DJ, VJ, അജയ് എം കെ ടെക്നിക്സിയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണ് DJ ഡിസ്ക് ജോക്കി, എന്താണ് VJ വീഡിയോ ജോക്കി, എന്താണ് RJ റേഡിയോ ജോക്കി. സോ സമയങ്ങളതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. DJ ഡിസ്ക് ജോക്കി ഒരു ലൈവ് ആയിട്ടുള്ള സ്റ്റേജ് പെർഫോമൻസിൽ നൈറ്റ് ക്ലബ് പാർട്ടികളിൽ, പബ്, റേഡിയോ എന്നിങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഓൾറെഡി റെക്കോർഡ് ചെയ്തിട്ടുള്ള പാട്ടുകൾ, മ്യൂസിക്കുകൾ ഓഡിയൻസിന് വേണ്ടി പ്ലേ ചെയ്യുന്ന ആളെയാണ് DJ അഥവാ ഡിസ്ക് ജോക്കി എന്ന് പറയുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ വിവിധ തരത്തിലുള്ള കാസറ്റുകളിലെയും CD-കളിലെയും ഡിജിറ്റൽ ഓഡിയോ ഫയൽസിലെയും റെക്കോർഡഡ് ആയിട്ടുള്ള മ്യൂസിക്കിനെ മിക്സ് ചെയ്യുന്ന ആളുകളെയും DJ എന്ന് പറയുന്നു. DJ എന്ന വാക്കിൻ്റെ ഉത്ഭവം നോക്കുകയാണെങ്കിൽ 1935 അമേരിക്കൻ റേഡിയോ കമന്റേറ്റർ ആയിട്ടുള്ള വാൾട്ടർ വിഞ്ചൽ ഡിസ്ക് ആകൃതിയിലുള്ള ഫോണോഗ്രാഫ് റെക്കോർഡുകളെ സൂചിപ്പിക്കുന്ന ഡിസ്ക് എന്ന പദവും മെഷീൻ ഓപ്പറേറ്റർ എന്ന അർത്ഥം വരുന്ന ജോക്കി എന്ന വാക്കും കൂട്ടിച്ചേർത്താണ് ഡിസ്ക് ജോക്കി എന്ന പേര് നിർദ്ദേശിക്കുന്നത്. ഒരേ സമയത്ത് രണ്ട് ഓഡിയോകൾ ഒരുമിച്ച് പ്ലേ ചെയ്യുകയും അത് വേണ്ട രീതിയിൽ ഭംഗിയിൽ മിക്സ് ചെയ്യുകയും ചെയ്യുമ്പോൾ പ്രേക്ഷകരുടെ അഥവാ ശ്രോതാക്കളുടെ സംഗീത ആസ്വാദനം മറ്റൊരു തലത്തിലേക്ക് എത്തുന്നു. പാട്ടുകൾ കൂടുതൽ ശ്രദ്ധാപൂർവം മിക്സ് ചെയ്യുന്നതിനായി DJകൾ ഒട്ടുമിക്ക സമയങ്ങളിലും ഹെഡ്സെറ്റ് ഉപയോഗിക്കുന്നു. DJകളുടെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ പല വിഭാഗത്തിലുള്ള മ്യൂസിക്കുകൾ പ്ലേ ചെയ്യുന്ന DJകൾ പല പേരിലാണ് അറിയപ്പെടുന്നത്. എക്സാമ്പിൾ, ഹിപ്പ് ഹോപ്പ് മ്യൂസിക് പ്ലേ ചെയ്യുന്ന DJകൾ ഹിപ്പ് ഹോപ്പ് DJ എന്നും, ഹൗസ് മ്യൂസിക് പ്ലേ ചെയ്യുന്ന DJകൾ ഹൗസ് DJ എന്നും, ടെക്നോ മ്യൂസിക് പ്ലേ ചെയ്യുന്ന DJകൾ ടെക്നോ DJ എന്നും അറിയപ്പെടുന്നു. ഏതൊരു DJ പെർഫോമൻസിൻ്റെയും ക്വാളിറ്റി നിർണ്ണയിക്കുന്നത് ഒരു DJ എങ്ങനെ രണ്ട് മ്യൂസിക്കുകൾ വൃത്തികേടില്ലാത്ത രീതിയിൽ മിക്സ് ചെയ്യുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇതിൻ്റെ കാരണമെന്തെന്നാൽ കാതുകൾക്ക് ഇമ്പം നൽകി നൃത്തം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന മ്യൂസിക്കുകളാണ് DJ പാർട്ടികളിലേക്ക് വരുന്ന ഓഡിയൻസിന് വേണ്ടത്. DJ പെർഫോമൻസിൻ്റെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ഇവിടെ ശബ്ദത്തോടൊപ്പം ലൈറ്റിനും വലിയൊരു പ്രാധാന്യം ഉണ്ട്. ഓരോ പാട്ടിനും മ്യൂസിക്കിനും അനുസരിച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ഓരോ ലൈറ്റുകളും അണയുകയും തെളിയുകയും ചെയ്യുന്നത്. കൃത്യമായ ഇടവേളകളിൽ വ്യത്യസ്തമായ കളറുകളിൽ ഉള്ള ഓരോ ലൈറ്റും അണയുകയും തെളിയുകയും ചെയ്യുമ്പോൾ ഇതോടൊപ്പം സ്മോഗും ഉപയോഗിക്കുന്നു. ഇത് കാണികളുടെ കാഴ്ചയെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുന്നു. ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ പ്രകാരം ഇന്ത്യയിലെ ഒരു പ്രൊഫഷണൽ DJക്ക് ഒരു രാത്രിയിലെ പെർഫോമൻസിന് 5K മുതൽ 50K വരെയാണ് പ്രതിഫലമായി ലഭിക്കുന്നത്. RJ റേഡിയോ ജോക്കി ഒരു റേഡിയോ ടോക്ക് പ്രോഗ്രാം, പോഡ്കാസ്റ്റ്, മ്യൂസിക് ഷോയുടെയോ അവതാരക അല്ലെങ്കിൽ അവതാരകനാണ് റേഡിയോ ജോക്കി. ഒന്നുകൂടെ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ ഒരു റേഡിയോ പ്രക്ഷേപണത്തിന്റെ അവതാരക അല്ലെങ്കിൽ അവതാരകനാണ് റേഡിയോ ജോക്കി. ഇവർ റേഡിയോ പ്രോഗ്രാംസ് ഹോസ്റ്റ് ചെയ്യുന്നു, പാട്ടുകൾ അനൗൺസ് ചെയ്യുന്നു, സെലിബ്രിറ്റികളുടെ ഇന്റർവ്യൂസ് എടുക്കുന്നു എന്നിങ്ങനെ പല കാര്യങ്ങൾ ശ്രവ്യമാധ്യമ മേഖലയിൽ ചെയ്യുന്നു. റേഡിയോ ഒരു ദൃശ്യമാധ്യമം അല്ലാത്തതുകൊണ്ടും ഒരു ശ്രവ്യമാധ്യമം ആയതുകൊണ്ടും കേൾക്കുന്ന ആളുകളെ കാര്യങ്ങൾ കൃത്യമായി അറിയിക്കുക, അറിവുകൾ പുതുക്കുക, അവർക്ക് വിനോദം നൽകുക, ശ്രോതാക്കളെ നല്ല രീതിയിൽ രസിപ്പിക്കുക, വാക്കുകൾ കൊണ്ട് അവരെ പിടിച്ചിരുത്തുക എന്നതൊക്കെയാണ് ഒരു RJയുടെ പ്രധാനപ്പെട്ട ചില ചുമതലകൾ. നേരിട്ട് കാണാത്തത് കൊണ്ട് തന്നെ ശ്രോതാക്കൾ ശബ്ദത്തിലൂടെയാണ് റേഡിയോ ജോക്കീസിനെ തിരിച്ചറിയുന്നത്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ റേഡിയോ ജോക്കീസ് ഇൻസ്റ്റ, യൂട്യൂബ് എന്നിങ്ങനെയുള്ള വിവിധ തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സജീവമായതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ അവരെ തിരിച്ചറിയുന്നു. RJ എന്ന മേഖലയിൽ ഇന്നു ജോലി സാധ്യത ഉണ്ടോ? ഇങ്ങനെയൊരു ചോദ്യത്തിന് ഉത്തരമായി തീർച്ചയായും ഉണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ പോലും നമ്മൾ കാറുകൾ പോലുള്ള ഒട്ടുമിക്ക വാഹനങ്ങളിലും പാട്ട് കേൾക്കാൻ, ട്രാഫിക് ബ്ലോക്കുകൾ അറിയാൻ, ന്യൂസ് കേൾക്കാൻ എന്നിങ്ങനെ പല കാര്യങ്ങൾക്കും റേഡിയോ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ റേഡിയോ ജോക്കിക്കുള്ള ജോലി സാധ്യത ഇന്നും കൂടുതലാണ്. വാക്ചാതുര്യം കൊണ്ട് ശ്രോതാക്കളെ പിടിച്ചിരുത്താനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തന്നെ RJ ആവുന്നതിന് മുന്നോടിയായി മാസ് കമ്മ്യൂണിക്കേഷനിൽ ഡിഗ്രി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു ഡിഗ്രി ഉണ്ടാവുന്നത് നല്ലതാണ്.
ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ പ്രകാരം ആജെ മലിഷ്കയാണ് ഇന്ത്യയിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ആർജെമാരിൽ ഒരാൾ. ഒരു ആർജെയുടെ ആവറേജ് സാലറി നോക്കുകയാണെങ്കിൽ 2 to 5 lakh പെർ ഇയർ ആണ് ലഭിക്കുന്നത്. VJ വീഡിയോ ജോക്കി ഒരു വിഷ്വൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ, എക്സാമ്പിൾ ഒരു കൊമേഴ്ഷ്യൽ ടെലിവിഷൻ ചാനലിൽ മ്യൂസിക് വീഡിയോസോ ലൈവ് ആയിട്ടുള്ള പെർഫോമൻസോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു അനൗൺസർ അഥവാ അവതാരകൻ അല്ലെങ്കിൽ അവതാരികയാണ് വീഡിയോ ജോക്കി. ഒരു RJ പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോൾ ഓഡിയൻസ് അവരെ കാണുന്നില്ല, പകരം കേൾക്കുക മാത്രമാണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ഒരു VJ അഥവാ വീഡിയോ ജോക്കി പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോൾ ദൃശ്യമാധ്യമം ആയതുകൊണ്ട് തന്നെ പ്രേക്ഷകർ അവരെ ഒരേ സമയം കേൾക്കുകയും കാണുകയും ചെയ്യുന്നു. സ്ക്രീൻ പ്രസൻസ് ഓഫ് മൈൻഡും ഒരു കാര്യത്തെ കൂടുതൽ ഇംപ്രവൈസ് ചെയ്യാനുള്ള സ്കില്ലും ഉള്ള ഒരാൾക്കാണ് നല്ലൊരു VJ ആവാൻ പറ്റുക. ഒരു വീഡിയോ ജോക്കിയുടെ മുഖത്തെ നേരിയ ഭാവവ്യത്യാസം പോലും പ്രേക്ഷകരെ അലോത്സരപ്പെടുത്തും. ഒരു ടെലിവിഷൻ ന്യൂസ് ബ്രോഡ്കാസ്റ്റിൽ റിപ്പോർട്ടറായി ജോലി ചെയ്യുന്ന വ്യക്തിയെയും പലപ്പോഴും VJ എന്ന് പറയാറുണ്ട്. ഇവിടെ VJ എന്ന പദം വീഡിയോ ജേർണലിസ്റ്റ് എന്നാണ്. എല്ലാ ടെലിവിഷൻ ജേർണലിസ്റ്റുകളും VJമാരല്ലെങ്കിലും ഈ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്ന മാധ്യമപ്രവർത്തകർ അവരുടെ വീഡിയോ മെറ്റീരിയൽ സ്വന്തമായി ഷൂട്ട് ചെയ്യുകയും എഡിറ്റ് ചെയ്യുകയും അവരുടേതായ രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. ദൃശ്യമാധ്യമ രംഗത്ത് വാക്കുകൾ കൊണ്ട് പ്രേക്ഷകരെ പിടിച്ചിരുത്താനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരു വീഡിയോ ജോക്കി ആവാവുന്നതാണ്. എന്നിരുന്നാൽ പോലും മാസ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ജേർണലിസത്തിൽ ഒരു ഡിഗ്രി ഉണ്ടാവുന്നത് കൂടുതൽ നല്ലതാണ്. ലേറ്റസ്റ്റ് ഇൻഫോർമേഷൻ പ്രകാരം സൈറസ് സഹക്കർ ആണ് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് VJ ആയി കണക്കാക്കപ്പെടുന്നത്. ഒരു VJയുടെ സ്റ്റാർട്ടിംഗ് സാലറി നോക്കുകയാണെങ്കിൽ പെർ മന്ത് ഓൾമോസ്റ്റ് 25,000 മുതൽ 30,000 വരെയാണ് ലഭിക്കുന്നത്. ഇതോടുകൂടി ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ കൊണ്ട് എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് മീ MK സൈനിങ് ഔട്ട്. ബൈ.